Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റംസിലെ പാർട്ട് 2ലെ പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. സോ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് വീഡിയോയിൽ. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഓൾസോ. സോ ലെറ്റ് us start. First question. Write the following in decimal form and say what kind of decimal expansion each has. നമുക്ക് തന്നിരിക്കുന്നത് ഒരു 6 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഓരോന്നും ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അത് മാത്രമല്ല ഏത് ടൈപ്പ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ആണുള്ളതെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ട്, നോൺ ടെർമിനേറ്റിംഗ് ഉണ്ട്. ടെർമിനേറ്റിംഗ് പറയുമ്പോൾ എൻഡിങ് ഇൻ 0 അല്ലെ, റിമൈൻഡർ 0ൽ എൻഡ് ചെയ്യും. നോൺ ടെർമിനേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആവാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആവാം. റെക്കറിംഗ് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഡിജിറ്റ്സ് റിമൈൻഡർ, അതായത് കോഷ്യന്റ് ഇതേപോലെ വാല്യൂസ് അങ്ങനെ ഒരു സ്ട്രിങ് ഓഫ് വാല്യൂസ് ഡിജിറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ റിമൈൻഡേഴ്സും നോൺ എൻഡിങ് ആണ് അല്ലെ, എൻഡ് ആവില്ല. ചിലത് ഇതേപോലെ റിപ്പീറ്റഡ് ആവും, ചിലത് റിപ്പീറ്റഡ് ആവില്ല, അങ്ങനെ. സോ റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഇതേപോലെ അതായത് ഒന്നെങ്കിൽ ടെർമിനേറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഇതേപോലെ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആവാം. പക്ഷെ ഇറാഷണൽ നമ്പേഴ്സിന്റെ കേസിലാണ് നോൺ ടെർമിനേറ്റിംഗും നോൺ റെക്കറിംഗും വരുന്നത്. അത് മാത്രം ശ്രദ്ധിക്കാം. നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഏത് കേസിലാണ് വരിക? ഇറാഷണൽ നമ്പേഴ്സിന്റെ കേസിലാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 36/100 അല്ലെ. അപ്പോൾ 36/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെസിമൽ വാല്യൂ ഫ്രം റൈറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് 2 പൊസിഷൻ ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ 36 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിന് 1 2 ഡിവൈഡ് ബൈ 100 അല്ലേ, ഇപ്പൊ 2 zeros ഉണ്ട്. സോ 2 പ്ലേസസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. സോ 0.36 അല്ലെ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ 0.36 ആണ്. അപ്പൊ 0.36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡ് ആവുന്നുണ്ട്. 0.36 കഴിഞ്ഞാൽ എൻഡ് ആയി, ടെർമിനേറ്റ് ആയി. സോ ദാറ്റ് മീൻസ് ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ 36/100 എന്ന് പറയുന്ന ഡെസിമൽ എക്സ്പാൻഷൻ 0.36 എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ക്ലിയർ ആയല്ലോ, അത് എൻഡ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ടെർമിനേറ്റിംഗ്. നെക്സ്റ്റ് പ്രോബ്ലം 1/11. 1/11 എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ലോങ് ഡിവിഷൻ പ്രോസസ് ചെയ്യാറില്ല. അതേപോലെ തന്നെ 1/11 പറയുമ്പോൾ 0.090909 എക്സെട്ര ആൻഡ് ഇറ്റ് ഗോസ് ഓൺ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സാധാരണ നിങ്ങൾ ലോങ് ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് 1/11. സോ 11 നമുക്ക് ഇപ്പൊ ഡയറക്ട്ലി പോവില്ല. 0 again 1 0 again പോവില്ല, 0.0 വരും. നെക്സ്റ്റ് again ഒരു 0 എഴുതി. ഇനി 11 into 9 that is 99, ബാലൻസ് 1. വീണ്ടും ഇത് 10 ആവും, again 0 അല്ലെ. അപ്പൊ ഇത് റിപ്പീറ്റ് ആവാണ്, ഈ ഒരു പ്രോസസ് റിപ്പീറ്റ് ആവാണ്. ദാറ്റ് മീൻസ് 0.0909 and it goes on. ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 0.09 ഹോൾ ബാർ. ക്ലിയർ ആയല്ലോ. അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ഡിജിറ്റ്സിന്റെ മുകളിൽ ബാർ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ആ ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റഡ് ആയി വരുന്നത്. സോ ഇത് ഏത് കൈൻഡ് ഓഫ് എക്സ്പാൻഷൻ ആണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. റിപ്പീറ്റിംഗിന്റെ വേറെ ടേം ആണ് റെക്കറിംഗ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് മീനിങ്. അതായത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. കാരണം എന്താ? അത് എൻഡ് ആവുന്നില്ല, ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. പിന്നെ അത് മാത്രമല്ല റിപ്പീറ്റിംഗ് എന്ന് പറയാൻ കാരണം എന്താ? ആ സെയിം വാല്യൂ തന്നെ റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ 4/1/8. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ റാഷണൽ നമ്പർ പ്രോപ്പർ p/q ഫോമിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാം. 4/1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 4 into 8 ചെയ്യുക, പ്ലസ് 1 ചെയ്യുക, ഡിവൈഡ് ബൈ 8 അല്ലെ. 4/1/8 എന്ന് പറയുന്നത് ആദ്യം 4 into 8 ചെയ്യുക, പ്ലസ് 1 ചെയ്യുക ആൻഡ് ഡിവൈഡഡ് ബൈ 8. സോ 4 into 8 എന്ന് പറയുന്നത് 32. ഇനി 32 പ്ലസ് 1 അതായത് 33 ഡിവൈഡഡ് ബൈ 8. ക്ലിയർ ആയല്ലോ. സോ 33/8 കിട്ടി. അത് ഇതേപോലെ ലോങ് ഡിവിഷൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഇത് 4.125. അത് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. 4.125 ആണ് ആൻസർ. അതുകൊണ്ട് അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്.
Next question, 3 divided by 30. 3 divided by 13 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.230769. Again it goes on repeating. ഇപ്പോൾ ലോങ് ഡിവിഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു സെറ്റ് ഓഫ് ഡിജിറ്റ്സ്, അതായത് 2300769. ഓക്കെ, അത് കഴിഞ്ഞാൽ അഗെയിൻ അത് റിപ്പീറ്റ് ആവുന്നുണ്ട്, അതേ സെയിം സ്ട്രിംഗ് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ 0.230769 ഹോൾ ബാറിനെ എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഓക്കെ, 0.230769 ഹോൾ ബാറിന് റെപ്രസെന്റ് ചെയ്യുക. ഹോൾ ബാർ പറഞ്ഞാൽ റിപ്പീറ്റഡ് ആവുന്ന ഡിജിറ്റ്സിനെ മാത്രം ഹോൾ ബാർ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ ഡെസിമൽ എക്സ്പാൻഷൻ ഏത് ടൈപ്പാണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. കാരണം ഇത്രയും സെറ്റ് ഓഫ് വാല്യൂസ് അഗെയിൻ റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. സോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. നെക്സ്റ്റ് വൺ, 2 divided by 11. അത് ചെയ്ത് നോക്കിയാൽ 0.181818 എക്സെട്ര. അതിന്റെ മീനിങ് എന്താ? 0.18 ബാർ. അപ്പോൾ 18 എന്നുള്ളത് റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് അഗെയിൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്, എൻഡ് ആവുന്നില്ല. അത് മാത്രമല്ല റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് 329 divided by 400. 329 divided by 400 ചെയ്താൽ നമുക്ക് മനസ്സിലാവും 0.8225 അല്ലേ? 0.8225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ടെർമിനേറ്റ് ആവുന്ന ഒരു ഡെസിമൽ എക്സ്പാൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, you know that 1/7 is equal to 0.142857 whole bar. Can you predict what the decimal expansions of 2/7, 3/7, 4/7, 5/7 and 6/7 without actually doing the long division? Clear ആയല്ലോ? അപ്പോൾ നമുക്ക് 1/7 വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതും ഇതേപോലെ ലോങ് ഡിവിഷൻ പ്രോസസ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓരോ സ്ട്രിംഗ് ഓഫ് ഡിജിറ്റ്സ് 0.142857. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് വരും, അതുകൊണ്ടാണ് ബാർ റിപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത് 2/7, 3/7, 4/7, 5/7, 6/7 ഈ വാല്യൂസ് ലോങ് ഡിവിഷൻ ചെയ്യാതെ നമുക്ക് വാല്യൂസ് അല്ലെങ്കിൽ ഡെസിമൽ എക്സ്പാൻഷൻ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ 1/7 equal to 0.142857 ഹോൾ ബാർ ആണ്. അത് ക്ലിയർ അല്ലേ? ഇനി 2/7 എങ്ങനെയാണ് നമുക്ക് കിട്ടുക? 1/7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/7 ആവില്ലേ? അപ്പോൾ ഈ ഒരു വാല്യൂ 0.142857. ഓക്കെ, ബാക്കി വരുന്നത് റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു സെറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ബാർ എന്ന് എഴുതിയിട്ടുള്ളത്. അതിനെ ഇൻറ്റു 2 ചെയ്യാം. സോ വി ഗെറ്റ് 0.285714. അതായത് ഈ 0 പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ടേംസ് ഡിജിറ്റ്സ് അല്ലേ, 1, 4, 2, 8, 5, 7 ഇത് ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, കാരണം 2/7 എന്ന് പറയുന്നത് 2 × 1/7 ആണ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. 7 2s are 14, 5 2s are 10, 11, 8 2s are 16, 17, 2 2s are 4, 5, 4 2s are 8, 1 2s are 2. അപ്പോൾ 285714 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഡിവിഷൻ ഓരോന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 2 divided by 7 ലോങ് ഡിവിഷൻ ചെയ്യണ്ട. അതേപോലെ നെക്സ്റ്റ് 3/7 എന്താ? 3 × 1/7 ആണ്. ഇതേപോലെ 14285 × 3 ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും 42857 അത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരും, അതുകൊണ്ടാണ് ഹോൾ ബാർ എന്ന് എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാം കേസിലും. അതായത് 4/7 പറഞ്ഞാൽ 4 × 1/7. ഓക്കെ, ദാറ്റ് ഇസ് 0.571428 ഹോൾ ബാർ. അഗെയിൻ 5/7 പറഞ്ഞാൽ 5 ടൈംസ് 1/7 ചെയ്യണം. 1/7ന്റെ വാല്യൂവിന് ഇൻറ്റു 5 ചെയ്യുക. Then we get 0.714285 whole bar. Finally, 6/7 is obtained by multiplying 1/7 by 6. 6 into 1/7. അതായത് 0.857142 whole bar. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1/7ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഓരോ ടേംസും കണ്ടുപിടിക്കണം. 2/7 പറയുമ്പോൾ 1/7ന്റെ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ 3/7, 4/7, 5/7, ഫൈനലി 6/7.
6/7 ആകുമ്പോൾ എന്ത് ചെയ്യണം? 6 into 1/7 ചെയ്താൽ ആ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നിനും ലോങ് ഡിവിഷൻ പ്രോസസ് ചെയ്യണം എന്നില്ല. അല്ലാതെ ബേസിക് ആയിട്ടുള്ള 1/7 വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മൾട്ടിപ്പിൾസ് ആണല്ലോ, അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കും. Next question. Express the following in the form P/Q, where P and Q are integers and Q not equal to 0. അപ്പോൾ നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. Q not equal to 0, P and Q integers ആണ്. നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയാറില്ല, അത് തന്നെ. ഫസ്റ്റ് വൺ 0.6 ബാർ, നെക്സ്റ്റ് വൺ 0.47 ബാർ. 7ന് മാത്രമേ ബാർ ഉള്ളൂ, 7 മാത്രമാണ് റിപ്പീറ്റഡ് ആയി വരുന്നത്. ലാസ്റ്റ് വൺ 0.001 ഹോൾ ബാർ. ഓക്കെ, 001 ഹോൾ ബാർ. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് തന്നിരിക്കുന്നത് 0.6 ബാർ ആണ്. 0.6 ബാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.666 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ അല്ലെ. ലെറ്റ് എക്സ് ഈക്വൽ ടു 0.666 എക്സെട്ര. ക്ലിയർ ആയല്ലോ? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വാല്യൂ, ആ ഡെസിമൽ എക്സ്പാൻഷൻ, അത് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ ഓൾറെഡി തിയറിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ആയി വരുന്നത് ഒറ്റൊരു ഡിജിറ്റ് ആണ് അല്ലേ. സോ മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 10. ഓക്കെ, അപ്പോൾ സപ്പോസ് ഈ ഒരു 0.52 ബാർ ഇങ്ങനെയാണ് വന്നതെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈഡ് ബൈ 100. കാരണം എന്താ? 52 ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. 0.5252 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഡിജിറ്റ്, അപ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 10. സോ നമുക്കിവിടെ ഈ ഒരു ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? LHS, അതായത് എക്സ് ഈക്വൽ ടു 0.666 എക്സെട്ര ആണ്. അപ്പോൾ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു എക്സ് വരും, 10 ഇൻറ്റു 0.666 എക്സെട്ര ആണ്. ഈ 10 ഇൻറ്റു 0.666 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. സോ ഇവിടെ ഈ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 6.66 എക്സെട്ര. ക്ലിയർ ആയല്ലോ? ഇനി LHSൽ എന്താ ഉള്ളത്? 10x. ഓക്കെ, അതാണ് സെക്കൻഡ് ഇക്വേഷൻ. 10x ഈക്വൽ ടു 6.666 എക്സെട്ര. അപ്പൊ അത് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ മനസ്സിലായല്ലോ? എക്സ് നമുക്ക് തന്നിരിക്കുന്നതിന് എക്സ് എടുക്കാം. പിന്നെ എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്? 1 ഡിജിറ്റ്. സോ മൾട്ടിപ്ലൈഡ് ബൈ 10. LHSനെയും RHSനെയും ഒരേപോലെ ചെയ്യാം. എന്നിട്ട് കിട്ടുന്നത് സെക്കൻഡ് ഇക്വേഷൻ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതായത് 2 മൈനസ് 1 ചെയ്യാം. 2 മൈനസ് 1 പറഞ്ഞാൽ രണ്ടിന്റെയും RHS സെപ്പറേറ്റ്, അതായത് സബ്ട്രാക്ട് ചെയ്യുക, അതുപോലെ LHS സബ്ട്രാക്ട് ചെയ്യും. സോ 2 മൈനസ് 1 പറയുമ്പോൾ ഇവിടെ രണ്ടിന്റെയും LHS എന്ന് പറയുന്നത് എന്താ? 10x മൈനസ് എക്സ് വരും അല്ലെ. 10x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇനി രണ്ടിന്റെയും RHS സബ്ട്രാക്ട് ചെയ്യാം. 6.666 എക്സെട്ര മൈനസ് 0.666 എക്സെട്ര. അപ്പൊ ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്താവുന്നു 0 അല്ലെ. അപ്പൊ നമുക്ക് പോയിന്റ്, ഡെസിമൽ പോയിന്റ് ബിഫോർ ഉള്ള ടേം എന്താ വരിക? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ആണ് വരിക അല്ലെ. സോ 10x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി 10x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 9x ആണ്, ഇസ് ഈക്വൽ ടു 6. ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക. 3 ഇൻറ്റു 3 9 ആണ്, 3 ഇൻറ്റു 2 6 ആണ്. ഇനി എക്സിനെ കണ്ടുപിടിക്കുക. എക്സ് LHSൽ തന്നെ എഴുതാം. ഇൻറ്റു 3 എന്നുള്ളത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. സോ എക്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കിട്ടുന്നത് 2 ഡിവൈഡഡ് ബൈ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ എക്സ്പാൻഷൻ വാല്യൂ അത് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എക്സ് ഈക്വൽ ടു സെയിം പ്രോസസ് തന്നെയാണ്. എക്സ് ഈക്വൽ ടു 0.4777 എക്സെട്ര. ഓക്കെ, ഇവിടെയും നമ്മൾ 7 എന്ന് പറയുന്ന ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റഡ് ആയി വരുന്നുള്ളൂ. അപ്പൊ അഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ 10. സോ 10x ഈക്വൽ ടു 4 പോയിന്റ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ x ഈക്വൽ ടു 0.477 എക്സെട്ര ആണ്. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഇൻറ്റു എക്സ് ഈക്വൽ ടു 10 ഇൻറ്റു 0.477 എക്സെട്ര. അതായത് 10x ഈക്വൽ ടു 0.477 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും 4.77 എക്സെട്ര. ക്ലിയർ ആയല്ലോ? അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി പഴയ പോലെ തന്നെ 2 മൈനസ് 1 ചെയ്യാം. 2 മൈനസ് 1 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ LHS സബ്ട്രാക്ട് ചെയ്യുക ഈക്വൽ ടു RHS സബ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ LHS സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10x മൈനസ് എക്സ് ആണ് വരിക അല്ലേ? 10x മൈനസ് എക്സ് നമുക്കറിയാം 9x ആണ്. അപ്പോൾ 9x ഇസ് ഈക്വൽ ടു, അതാണ് ഇവിടെ 9x ഈക്വൽ ടു ഇനി 4.777 എക്സെട്ര മൈനസ് 0.4777 എക്സെട്ര. ക്ലിയർ ആയല്ലോ? അപ്പോൾ വേണമെങ്കിൽ ഒരു 7 കൂടി കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ എഴുതാം. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടാം? സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 മൈനസ് 0 4 അല്ലേ? ഇനി ബാക്കി ഡിജിറ്റ്സ് എല്ലാം സെയിം റിപ്പീറ്റഡ് ആണ്, അതെല്ലാം നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. 7 മൈനസ് 4 എന്താ വരിക? 3 ആണ്. ഇത് എഴുതാൻ മറക്കരുത്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഡിഫറെൻ്റ് ആണ് രണ്ടിലും. സോ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അത് എല്ലാമേ 0 ആയി പോയി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാത്തിലും കൺസിഡർ ചെയ്യരുത്, ശ്രദ്ധിച്ച് സബ്ട്രാക്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് 4.3 ആണ് കിട്ടിയത്. 9x ഈക്വൽ ടു 4.3 ആണ്. അപ്പോൾ എക്സ് എന്താ ചെയ്യേണ്ടത്? 9 RHS കൊണ്ടുപോകുക. അപ്പോൾ ഡിവൈഡഡ് ബൈ ആവും. സോ എക്സ് ഈക്വൽ ടു 4.3 ഡിവൈഡഡ് ബൈ 9 അല്ലേ? ഇനി നമ്മൾ ആ ഡെസിമൽ പോയിന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 4.3നെ 43 ആക്കുക, അതായത് ഇൻറ്റു 10 ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിൽ ചെയ്യുമ്പോൾ അതേപോലെ ഡിനോമിനേറ്ററിലും ചെയ്യണം. സോ 4.3 ബൈ 9നെ ഇൻറ്റു 10, താഴെയും ഇൻറ്റു 10 ചെയ്യാം. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ പോവും. ഇവിടെ 9 ഇൻറ്റു 10 90 ആവും. അങ്ങനെയാണ് 43 ബൈ 90 കിട്ടുന്നത്. അവിടെ ഇപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അപ്പോൾ സിംപ്ലിഫൈഡ് ഫോം അത് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത് 0.001 ബാർ ആണ് അല്ലേ? സോ റെപ്പിറ്റേഷൻ എങ്ങനെയാ വരിക? 0.001 001 എക്സെട്ര. ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റഡ് ആയി വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? 3 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റഡ് ആയി വരുന്നത്. സോ മൾട്ടിപ്ലൈ ബൈ 1000. അപ്പോൾ നമുക്ക് 1000 ഇൻറ്റു എക്സ്, അതെന്താ കിട്ടുക? 1000x ഈക്വൽ ടു 0.001 എക്സെട്ര ഇൻറ്റു 1000 ചെയ്താൽ എന്താ? 3 ഡിജിറ്റ്സ് ഇതേപോലെ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. സോ So 0.001 etc. into 1000 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഡെസിമൽ പോയിന്റ് 3 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 1.001 etc. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ആ റിപ്പീറ്റഡ് ഡിജിറ്റ്സ് ആണ് റൈറ്റ് സൈഡിൽ വന്നത്, ശരിയല്ലേ? അപ്പോൾ അതാണ് 1000x equal to 1.001 etc. ഇത് ഇക്വേഷൻ 2 മാർക്ക് ചെയ്യുക. പഴയ പോലെ 2 മൈനസ് 1 ചെയ്യാം. അപ്പോൾ 1000x മൈനസ് എക്സ് എന്താ വരിക? 999x അല്ലേ? 999. 1000 മൈനസ് 1 അല്ലേ? അപ്പോൾ 999x ഈക്വൽ ടു നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 1. അതായത് ഈ ഒരു വാല്യൂ സെക്കൻഡ് ഇക്വേഷനിലെ RHS മൈനസ് ഫസ്റ്റ് ഇക്വേഷനിലെ RHS, അതായത് 1.001 എക്സെട്ര മൈനസ് എന്ത് വരും? 0.001 എക്സെട്ര. RHS എല്ലാം സെയിം, മീൻസ് സോറി RHS അല്ല, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡിജിറ്റ്സും റിപ്പീറ്റഡ് ആണ്. സോ നമുക്ക് അത് സബ്ട്രാക്ട് ചെയ്താൽ മൊത്തം 0 കിട്ടും. ഇനി ഡെസിമൽ പോയിന്റിന് പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ എന്താ? 1 മൈനസ് 0, ദാറ്റ് ഇസ് 1. 1.0 പറഞ്ഞാൽ 1 തന്നെ. സോ നമുക്ക് വാല്യൂ കിട്ടിയത് 999x ഈക്വൽ ടു 1 കിട്ടും. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ 999നെ 1ന്റെ സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ RHS മുമ്പ് ഡിവിഷൻ ആവും. സോ 1 ഡിവൈഡഡ് ബൈ 999 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 0.9999 etc. in the form P by Q. Are you surprised by your answer?
with your teacher and classmates. Discuss why the answer makes sense. അതായത് 0.99 എക്സെട്ര അതിനെ പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് എക്സ് ഇക്വൽ ടു, ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സിന് നമ്മൾ 0.99 എക്സെട്ര അത് എക്സ്പ്രസ് ചെയ്യുക. ഹിയർ ഓൺലി 1 ഡിജിറ്റ് ഇസ് റിപ്പീറ്റിംഗ്. ഏതാണ്? 9 ആണ് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് സൈഡ്സും? 10 അല്ലേ? 9 മാത്രമാണ് ഒരു സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ളത്. സോ മൾട്ടിപ്ലൈ ബോത്ത് LHS ആൻഡ് RHS ബൈ 10. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു 0.99 എക്സെട്ര. ആ ഇക്വേഷൻ 1നെ 10 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 10 ഇൻറ്റു എക്സ്, ഈ ഒരു ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു എക്സ് ഈക്വൽ ടു 10 ഇൻറ്റു 0.99. അതെന്താ വരിക? ഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യും. സോ 0.99 എന്നുള്ളത് എന്താവും? 9.999 എക്സെട്ര. ക്ലിയർ ആയല്ലോ? അതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2 മൈനസ് 1 ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുക. അതായത് രണ്ടിൻ്റെയും LHS ആദ്യം സബ്ട്രാക്ട് ചെയ്യുക, ദെൻ RHS സബ്ട്രാക്ട് ചെയ്യുക. സോ ഇവിടെ 10x മൈനസ് എക്സ് വരും. 10x മൈനസ് എക്സ് എന്താ? 9x ആണ്. സോ 9x ഈക്വൽ ടു RHSൽ 9.99 എക്സെട്ര മൈനസ് 0.99. അതെന്താ വരിക? 9.999 എക്സെട്ര മൈനസ് 0.999 എക്സെട്ര. അപ്പോൾ നമുക്കറിയാം ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടെല്ലാം റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അതെല്ലാം 0. സോ 9 മൈനസ് 0 വരും, ദാറ്റ് ഇസ് 9 അല്ലേ? സോ ഇവിടെ 9x ഈക്വൽ ടു 9 കിട്ടി. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, 9x ഈക്വൽ ടു 9. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിന്റെ ഒപ്പമുള്ള 9 RHSൽ കൊണ്ടുപോകാം. സോ എക്സ് ഈക്വൽ ടു 9x ഈക്വൽ ടു 9ല് 9ഉം ഈ 9ഉം ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1 ആണ് ആൻസർ കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹെൻസ് ആൻസർ ഇസ് 1. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താ? 0.999 എക്സെട്ര അതിനെ P ബൈ Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് they have told, are you surprised by your answer? അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താ? 1 ആണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ 0.999 എക്സെട്ര എന്ന് പറയുന്ന വാല്യൂ 1ഉം തമ്മിൽ അത്രയും ഒരുപാട് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, വളരെ മൈന്യൂട്ട്, വെരി മച്ച് ഇൻഫിനിറ്റെസിമൽ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ അപ്രോക്സിമേഷൻസ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യാറ്? 1 എന്നാണ് കൺസിഡർ ചെയ്യാറ് അല്ലെ? ഈ ഒരു വാല്യൂന്. അതുകൊണ്ടാണ്. സോ ഇറ്റ് മേക്സ് സെൻസ്. നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് വൈ ദ ആൻസർ മേക്സ് സെൻസ് എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ? So last line ശ്രദ്ധിക്കുക. Hence the answer is 1 and it makes sense because 0.999 it goes on forever and there is no gap between 1 and 0.99 etc. and hence they are equal അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 0.99 etc. എന്ന് പറയുന്നതും 1ഉം തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഇല്ല. സോ അപ്രോക്സിമേറ്റ് ആയിട്ട് ആ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. hence it makes sense. ക്ലിയർ ആയല്ലോ? Next question. What can the maximum number of digits be in the repeating block of digits in the decimal expansion of 1 divided by 17? Perform the division to check your answer. അപ്പോൾ നമ്മുടെ ലോങ് ഡിവിഷൻ പ്രോസസ് ചെയ്ത് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 1 divided by 17. അത് മാത്രമല്ല, ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? What can the maximum number of digits be in the repeating block of digits in the decimal expansion of? അപ്പോൾ 1 divided by 17 ലോങ് ഡിവിഷൻ പ്രോസസ് ചെയ്ത് നോക്കാം. അതിൽ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റഡ് ആയി വരുന്നത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡിവിഷൻ പ്രോസസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ 1 divided by 17 നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 by 17 പറ്റില്ല. സോ 0 പോയിന്റ്, ഇപ്പോൾ ഇവിടെ 0 വന്നു, 1 പിന്നെ നമ്മൾ 0 എഴുതി. again 10 by 17 പോസിബിൾ ആണോ? അല്ല. അപ്പോൾ again 0 വന്നു, again ഒരു 0 ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 100. ഇനിയാണ് ബാക്കി സ്റ്റെപ്സ് ആണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുവരെ ഉള്ളത് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ 0.0 എങ്ങനെയാണ് വന്നതെന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായല്ലോ? സാധാരണ നിങ്ങൾ ഡിവിഷൻ പ്രോസസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ 1 divided by 17 ചെയ്യുമ്പോൾ 1 by 17 പറ്റില്ല. അപ്പോൾ 0 എഴുതി ക്വസ്റ്റ്യനിൽ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് again നമുക്ക് ഇവിടെ ബാലൻസ് വന്നത് 1 ആണ്. നമ്മൾ 0 എഴുതി.
നമ്മൾ 0 ഇറക്കി എഴുതാറില്ലേ, അതുപോലെ തന്നെ 0 എഴുതി. 10/17 is also not possible. Again പോയിന്റ് കഴിഞ്ഞപ്പോൾ വേറൊരു 0 എഴുതി അല്ലേ. അത് കഴിഞ്ഞിട്ട് റിമൈൻഡർ നമുക്ക് ഇവിടെ വീണ്ടും 10 വന്ന് അടുത്ത 0 എടുത്ത് എഴുതി. സോ 100 കിട്ടി. ഇനി നമുക്ക് ഡിവിഷൻ ഓരോന്ന് ചെയ്യാം. സോ 100/17 അതാണ് ഇവിടുന്ന് സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ജസ്റ്റ് ഹാഫ് പോർഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഇത് ഈ ഒറ്റൊരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചത്. കാരണം നെക്സ്റ്റ് ഇതിൽ നിങ്ങൾ ഇപ്പൊ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. സോ ഇവിടെ 100/17 എന്ന് പറയുന്നത് 5 ടൈംസ് 17 into 5 എന്ന് പറയുന്നത് 85 ആണ്. ഓക്കെ, 17 into 5 is equal to 85. അപ്പൊ നമുക്ക് ഇതുപോലെ ബാലൻസ് വന്നു, 15 വന്നു, അഗെയിൻ ഒരു 0 എഴുതി. Then 17 into 8 ചെയ്തു, 136 കിട്ടി. Then it goes on. അതായത് കറക്റ്റ് നിങ്ങൾ ഈ ഡിവിഷൻ പ്രോസസ്സ് കുറച്ച് പേഷ്യൻസോട് കൂടി ചെയ്ത് നോക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, വിതൗട്ട് എനി മിസ്റ്റേക്സ്. നമ്മൾ സാധാരണ ഡിവിഷൻ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടേ വീണ്ടും റെപ്പിറ്റേഷൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അഗെയിൻ ഈ 50 മൈനസ് 34 കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 160 ആണ് കിട്ടുക. 160 പറഞ്ഞാൽ 16 ആണ് കിട്ടുക. 0 ഇറക്കി എഴുതി, അഗെയിൻ നമ്മൾ അടുത്ത നമ്പർ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. എന്നിട്ട് ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ഒരു റിമൈൻഡർ, അതായത് ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിമൈൻഡർ 10 ആണ്. വീണ്ടും ഒരു 0 ഇറക്കി എഴുതുമ്പോൾ ആണ് 100 വരുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. 10 ആണ് കിട്ടുക. ഈ 120 മൈനസ് 119 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 0 അടുത്ത് ഇറക്കി ചെയ്തില്ല, അതാണ് 100 എന്ന് പറയുന്നത്. ഇനി വീണ്ടും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യണം, കാരണം അഗെയിൻ ഇവിടെ ഒരു 100 വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അഗെയിൻ 100/17, ഈ 17 അല്ല ഇവിടെ അല്ലെ, വീണ്ടും ഡിവിഡൻഡ് ഇതേപോലെ 100 ആയി, ഡിവൈസർ 17 ആയി. അപ്പൊ വീണ്ടും ആദ്യം തൊട്ട് ചെയ്യണം ഇതേപോലെ. ക്ലിയർ ആയല്ലോ? ഇനി സ്റ്റോപ്പ് ചെയ്യുക, ഇനി ചെയ്യണ്ട. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും സെറ്റ് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റഡ് ആയി വരും. സോ അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് നോക്കാം, ക്വോഷ്യന്റ് നോക്കാം. 0.058823529411767. ഓക്കെ, ഇത് കഴിഞ്ഞാൽ വീണ്ടും ആ സെറ്റ് ഓഫ് ഡിജിറ്റ്സ് തന്നെയാണ് വരുന്നത്. അതായത് 100 ആണ് എത്തിയത്, അപ്പോൾ വീണ്ടും നമ്മൾ 5 ടൈംസ് ചെയ്യണം. 17 into 5 ചെയ്യണം, അപ്പോൾ 85 കിട്ടും. ബാലൻസ് 15 കിട്ടും. 0 ഇറക്കി എഴുതി 150 അല്ലേ. എന്നിട്ട് വീണ്ടും 8 ടൈംസ് 17 into 8 ചെയ്താൽ 136 കിട്ടും. 150 മൈനസ് 136 114 ആണ് കിട്ടുക. 0 ഇറക്കി എഴുതിയാൽ 140. ഇനി ഇതുപോലെ റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതുവരെ ആണ് ഒരു സെറ്റ് കിട്ടുക. അഗെയിൻ ഇതേ വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 0.0 കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കാം. 588235294117647. അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് 5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ 5 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റഡ് ആയി വരുന്നത്. അത് ലോങ് ബാർ ഇൻക്ലൂഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ലോങ് ബാർ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി എത്ര ഡിജിറ്റ്സ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇതുപോലെ 16 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരുന്നത് അല്ലേ. ടോട്ടൽ 16 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡെസിമൽ എക്സ്പാൻഷനിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതേ 0.0588 എക്സെട്ര എന്ന് പറയുന്നത് അപ് ടു 7 വരെ അതിനി വീണ്ടും റിപ്പീറ്റഡ് ആയി വരും. അതുകൊണ്ട് അതിനെ ബാർന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ മാക്സിമം എത്ര ഡിജിറ്റ്സ് വരുന്നുണ്ട്? 16 ഡിജിറ്റ്സ് റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 1/17 വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sixth question. Look at several examples of rational numbers in the form p by q, where q is not equal to 0.
and p and q are integers with no common factors other than 1 അല്ലേ, and having terminating decimal representations, അതായത് terminating decimal expansion ആണ് ഉള്ളത്. Can you guess what property q must satisfy? q ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കുറേ എക്സാമ്പിൾസ്, അതായത് ഡിഫറെന്റ് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. റാഷണൽ നമ്പേഴ്സ് p by q ൽ p by q എന്ന് പറയുമ്പോൾ നമുക്കറിയാം q നോട്ട് ഈക്വൽ ടു 0 ആണ്. p യും q യും ഇൻഡിജേഴ്സ് ആണ്. അത് മാത്രമല്ല വേറെ കോമൺ ഫാക്ടേഴ്സ് അവർക്ക് ഇല്ല. നെക്സ്റ്റ് ദേ ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ ഏത് നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ടെർമിനേറ്റിംഗ് എക്സ്പാൻഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി, എൻഡ് ആവുന്നത്. ക്ലിയർ ആയി? അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം, സൊല്യൂഷൻ നോക്കുക. അതായത് 1 ഡിവൈഡഡ് ബൈ 2, 1 ഡിവൈഡഡ് ബൈ 2ന്റെ വാല്യൂ 0.5 ആണ്. 3 ഡിവൈഡഡ് ബൈ 4 അത് 0.75 ആണ്. 4 ഡിവൈഡഡ് ബൈ 5 അത് 0.8 ആണ്. സിമിലർലി 5 ഡിവൈഡഡ് ബൈ 8 അത് 0.625 ആണ്. സോ ഇതെല്ലാം ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ, അതായത് നോൺ ടെർമിനേറ്റിംഗ് അല്ല, എൻഡ് ആവുന്നുണ്ട് അല്ലെ. ഒരു സെറ്റ് ഓഫ് ഡിജിറ്റ്സ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. സോ ഈ എക്സാമ്പിൾസിൽ നിന്നും നമുക്ക് ക്യൂ ഏത് പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് മനസ്സിലാവുക. ക്യൂ എന്ന് പറയുന്നത് നിങ്ങൾ താഴത്തെ പോർഷൻ, അതായത് ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക. ഇവിടെ 2 ആണ്, ഇത് 2 ആണ്, ഇത് 4, 5, 8 അല്ലെ. സോ ക്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കണം. 2 അല്ലെങ്കിൽ 5 ഇതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം ക്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി ഓഫ് ക്യൂ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് p ഡിവൈഡഡ് ബൈ q ആണ്. റാഷണൽ നമ്പേഴ്സ് ആണ്. q എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. ഇനി p by q ഏതൊക്കെ നമ്പേഴ്സ് എടുത്താലാണ് ഇതിന് ടെർമിനേറ്റിംഗ് എക്സ്പാൻഷൻ ഉണ്ടാവുക, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെ കുറച്ച് എക്സാമ്പിൾസ് ആണ് 1 by 2, 3 by 4, 4 by 5, 5 by 8. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ ടെർമിനേറ്റിംഗ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലെ, എൻഡ് ആവുന്നുണ്ട്. ഇതിൽ എന്താണ് ക്യൂ സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാ നമ്പേഴ്സിലെയും ഡിനോമിനേറ്റേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ 1 by 2 2 ആണ് ക്യൂ. ഇനി 3 by 4 4, 4 by 5 5, 5 by 8 8. ഇതാണ് ക്യൂ വന്നിട്ടുള്ളത് അല്ലെ. ക്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കണം. എങ്കിൽ മാത്രം അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്തായിരിക്കുള്ളൂ? എൻഡ് ആവുള്ളൂ, ടെർമിനേറ്റിംഗ് ആവുള്ളൂ. Next question. Write 3 numbers whose decimal expansions are non-terminating, non-recurring. അപ്പോൾ 3 നമ്പേഴ്സ് എഴുതണം. ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് പറഞ്ഞാൽ ടെർമിനേറ്റ് ആവുന്നില്ല, പിന്നെ നോൺ റെക്കറിംഗ് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയി വരുന്നില്ല ഡിജിറ്റ്സ്. ക്ലിയർ ആയാലോ? ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ദ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ ഡെസിമൽ എക്സ്പാൻഷൻ എന്താ? നോൺ ടെർമിനേറ്റിംഗുമാണ്, നോൺ റെക്കറിംഗുമാണ്, നോൺ റിപ്പീറ്റിംഗ് ആണ് അല്ലെ. സോ ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറാഷണൽ, ദാറ്റ് മീൻസ് റാഷണൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്, അതാണ് ഇറാഷണൽ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സ് നോക്കാം. റൂട്ട് ടുവിന്റെ വാല്യൂ 1.41421356 ആൻഡ് എക്സെട്ര. നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇവിടെ റിപ്പീറ്റിംഗ് ആയിട്ട് ഒന്നുമല്ല വരുന്നത്, തോന്നിയ പോലെയാണ്. ഓക്കെ, √3 അതേപോലെ 1.73205080 എക്സെട്ര. √5 2.23606797 എക്സെട്ര. അപ്പൊ ഈ 3 ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് √2, √3, √5 അത് ഏതിനും ബിറ്റ്വീൻ ആണെന്നൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, ഏതെങ്കിലും 3 എണ്ണമാണേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 ഇറാഷണൽ നമ്പേഴ്സ് നമുക്കറിയാം നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റെക്കറിംഗ് ആണ്. Next question. Find 3 different irrational numbers between the rational numbers 5 by 7 and 9 by 11. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 2 റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 5 by 7 ഉം 9 by 11 ഉം. അതിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് 3 ഇറാഷണൽ നമ്പേഴ്സ് കാണാം. ശ്രദ്ധിക്കണം, 2 നമ്പേഴ്സ് തന്നിരിക്കുന്നത് റാഷണൽ ആണ്, അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള 3 ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കാം അല്ലെ. തന്നിരിക്കുന്ന റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കുക.
ഇപ്പോൾ 5 ഡിവൈഡഡ് ബൈ 7. ഇപ്പോൾ ഓൾറെഡി 5/7 നമ്മൾ 1/7 മനസ്സിലാക്കിയാൽ 1/7 വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ഡിവിഷൻ ചെയ്യാതെ, അപ്പോൾ 1/7 വാല്യൂ അറിയാമെങ്കിൽ 1/7 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 5/7 വാല്യൂ കിട്ടും. ഇത് ഓൾറെഡി ഇതേ പ്രോബ്ലം നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സോ 0.714285 അത് ബാർ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കംസ് ഓൺ റിപ്പീറ്റിംഗ്. അപ്പോൾ ഇതാണ് 5/7. ഇനി 9/11 വാല്യൂ എന്ന് പറയുന്നത് 0.81 ബാർ ആണ്. അതായത് 0.8181 ആൻഡ് ഗോസ് ഓൺ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ രണ്ട് വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് വാല്യൂസിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ പറഞ്ഞാൽ എന്താ? നോൺ ടെർമിനേറ്റിംഗ്, സ്റ്റോപ്പ് ആവാനും പാടില്ല, നോൺ റെക്കറിങ്, റിപ്പീറ്റഡ് ആവാനും പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ വാല്യൂസ് 0.714285 ബാറും 0.81 ബാറും അതിൻ്റെ ഇടയിൽ വരുന്ന നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിങ് നമ്പേഴ്സ് നോക്കാം. 0.72720 7200 72000 and it goes on. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് പാറ്റേൺ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ 72 റിപ്പീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിപ്പോൾ 72 കഴിഞ്ഞ് 72 തന്നെ വരണം, അങ്ങനെയാണോ വരുന്നത്? ഇപ്പോൾ ഇവിടെ 72 കഴിഞ്ഞ് 720 വരുന്നുണ്ട്, വീണ്ടും 720 കഴിഞ്ഞ് 7200 വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റിംഗും അല്ല, നോൺ ടെർമിനേറ്റിംഗും ആണ്. ക്ലിയർ ആയല്ലോ? അതേപോലെ അടുത്തത് പോയിന്റ് കണ്ടീഷൻ എന്താ? ഈ രണ്ട് വാല്യൂസിന്റെയും ബിറ്റ്വീൻ ആയിരിക്കണം വരുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതേ പാറ്റേണിൽ തന്നെ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. കൗണ്ട്ലെസ് ആയിട്ടുള്ള ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട് രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ നമ്പേഴ്സും ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 0.735 7355 735555 എക്സെട്ര, അതും നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ആണ്. ലാസ്റ്റ് വൺ 0.760 7600 76000 എക്സെട്ര, ഇത് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് ആണ്. അപ്പോൾ ഈ നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ് പറഞ്ഞ എന്താ വാല്യൂസ്? അതെല്ലാം ഇറാഷണൽ ആണ്. നമ്മൾ 3 ഇറാഷണൽ നമ്പേഴ്സ് പറഞ്ഞു, അതും ഏതിന്റെ ബിറ്റ്വീൻ ആയിരിക്കണം കണ്ടീഷൻ? 0.714285 ബാറിന്റെയും 0.81 ബാറിന്റെയും ഇടയിലായിരിക്കും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 3 വാല്യൂസും ഈ 2 വാല്യൂസിന്റെ ഇൻ ബിറ്റ്വീൻ ആണ്. സോ ഇറ്റ് സാറ്റിസ്ഫൈസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. അപ്പൊ നമുക്ക് ഒരു 5 സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഡെസിമൽ എക്സ്പാൻഷനിലും തന്നിട്ടുണ്ട്, അല്ലാതെയും തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന നമ്പേഴ്സ് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് 23 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 23 ഇതേപോലെ വാല്യൂ എന്ന് പറയുന്നത് 4.79583153 എക്സെട്ര. ഈ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റേസ് ടു എന്താ വരിക? അതായത് ഇപ്പോൾ √2 നമ്മൾ എഴുതുന്നുണ്ട്. √2 എന്ന് പറയുന്നത് 2 റേസ് ടു ഹാഫ് ആണ് അല്ലേ? സ്ക്വയർ റൂട്ട് ഉദ്ദേശിക്കുന്നത് പവർ എന്ന് പറയുന്നത് റേസ് ടു ഹാഫ് എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് 23 √23 എന്ന് പറയുന്നത് 4.79583153 എക്സെട്ര ആണ്. ഓക്കെ, അപ്പോൾ √23യുടെ വാല്യൂ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റെക്കറിംഗ് ആണ്. അതായത് എൻഡ് ആവണമില്ല, റിപ്പീറ്റഡ് ആയി വരുന്നുമില്ല. സോ ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റാഷണൽ ആണോ ഇറാഷണൽ ആണോ. √23 is an irrational number. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് √225. അപ്പോൾ 225 എന്ന് പറയുന്നത് 15ന്റെ സ്ക്വയർ ആണ് നമുക്കറിയാം അല്ലേ? സോ √225 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15 പറയുമ്പോൾ എന്താ? 15 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നത് 15 ഡിവൈഡ് ബൈ 1, അതായത് p/q ഫോം, റാഷണൽ നമ്പർ ആണ്. ശരിയല്ലേ? സോ √225 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.3796 എക്സെട്ര. സോറി, എക്സെട്ര ഇല്ല, 0.3796 അത് ടെർമിനേറ്റ് ആവുന്നുണ്ട്, എൻഡ് ആവുന്നുണ്ട്. ഇപ്പോൾ 0.3796 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3796 ഡിവൈഡഡ് ബൈ 1 കഴിഞ്ഞാൽ 4 0, ഇങ്ങനെ എഴുതിക്കൂടെ അല്ലെ? ഇപ്പോൾ 3796 ഡിവൈഡഡ് ബൈ 10,000 എന്ന് പറയുന്നത് എന്താ? ഇതേപോലെ ഡെസിമൽ വാല്യൂ റൈറ്റിന് ലെഫ്റ്റിലേക്ക് 4 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 0.3796 തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടെർമിനേറ്റിംഗ് ആണ്. കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നില്ല, ഞാൻ ഇതെങ്ങനെയാ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു എന്നുള്ളൂ.
നമുക്ക് ആ ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് ടെർമിനേറ്റ് ആവുന്നുണ്ട്. എക്സെട്ര തന്നിട്ടില്ല, ബാറും തന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ടെർമിനേറ്റിംഗ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അത് എന്തായാലും ഒരു റാഷണൽ നമ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7.478478 എക്സെട്ര. അപ്പോൾ 7.478 ബാർ ആണ് അല്ലെ, കാരണം 478 ഡിജിറ്റ്സ് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് നോൺ ടെർമിനേറ്റിംഗും ആണ്, റെക്കറിംഗ് ആണ്. റെക്കറിംഗ് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ആണ് അല്ലെ, 478 അല്ല റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അത് കാരണം അത് റാഷണൽ നമ്പർ ആണ്. കൺഫ്യൂസ്ഡ് ആവണ്ട. നോൺ ടെർമിനേറ്റിംഗ് പിന്നെ റെക്കറിംഗ് വന്നു കഴിഞ്ഞാൽ അത് റാഷണൽ നമ്പർ ആണ്. ലാസ്റ്റ് വൺ 1.101001000 എക്സെട്ര. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടൊന്നും ഡിജിറ്റ്സ് വരുന്നില്ല അല്ലെ. അപ്പൊ അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, എൻഡ് ആവുന്നതും ഇല്ല, കുറെ എക്സെട്ര തന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. അപ്പൊ നമുക്ക് ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അത് മാത്രമല്ല റിപ്പീറ്റഡ് ആണോ, അല്ല, നോൺ റെക്കറിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ആയിട്ടുള്ള കേസ് ഏത് നമ്പർ ആയിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. അത് ഓൾറെഡി നമുക്കറിയാം. സോ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പർ ഇവിടെ ചെറിയൊരു കറക്ഷൻ, 7 ഇല്ല, 1 പോയിന്റ് ആണ്. 1.10100 etc. is an irrational number. Clear? It is an irrational number. Thank you.